എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇത് വൃശ്ചിക മാസമാണല്ലോ അല്ലേ? വൃശ്ചിക മാസവും മണ്ഡലകാലവും ആയതുകൊണ്ട് ഞങ്ങൾ വ്രതത്തിലാണ്. അതുകൊണ്ട് തന്നെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു. രാവിലെ അപ്പം ചെറിയൊരു മേക്കപ്പ് കഴിഞ്ഞിട്ട് കിച്ചണിലോട്ട് കയറാമെന്ന് കരുതി. അങ്ങനെ ഫസ്റ്റ് ഫെയർ ആൻഡ് ലവ്ലിയുടെയാണ്. ഫെയർ ആൻഡ് ലവ്ലി ഞങ്ങൾക്ക് ഗൾഫിൽ നിന്ന് ഞങ്ങളിവിടെ ഫ്രണ്ടിലുള്ള ചേച്ചിയാണ് കൊണ്ടുവന്നത്. തീരാറാകുമ്പോൾ ആ ചേച്ചി വരുമ്പോൾ ഞങ്ങൾ പറയും ചേച്ചി കൊണ്ടുവരും. അപ്പോൾ ഫെയർ ആൻഡ് ലവ്ലിയൊക്കെ തേച്ച് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. മണ്ഡലവിളക്ക് കഴിയണവരെ വ്രതം എടുക്കണമെന്നാണ് വിചാരിക്കുന്നത്. അറിഞ്ഞൂടെ എത്ര ദിവസം പറ്റുമെന്നൊന്നും അറിയില്ല. കഴിയുന്നവരെ എടുക്കണം. കുറച്ച് ദിവസമായിട്ട് എനിക്ക് തലവേദനയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വലിയ ക്ഷീണവും കാര്യമൊക്കെയാണ്. എന്നാലും കുഴപ്പമില്ല, വ്രതം എടുക്കാമെന്ന് വിചാരിക്കുന്നു. അന്നത്തെ ആക്സിഡൻറ്റ് കഴിഞ്ഞ ശേഷം എനിക്ക് സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലവേദന വരാറുണ്ട്. തലക്കറക്കം, തലവേദന, അങ്ങനെയുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കും ആപത്തുകളൊന്നും വരാതെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഫെയർ ആൻഡ് ലവ്ലിയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം പൗഡർ ഇടണം. പൗഡർ ഇടുമ്പോൾ എൻ്റെ മോൻ ഇപ്പോഴും എന്നെ കളിയാക്കുക കേട്ടോ. ഞാൻ കുറേ പൗഡർ വാരി ഇങ്ങനെ നല്ലതായിട്ട് ഇടും. അപ്പം പറയും പൗഡർ ഇട്ടാൽ വെളുക്കൂല അമ്മ. അമ്മയുടെ വിചാരം ഇങ്ങനെ പൗഡർ ഇടാതമ്മ എന്ന് പറയും. പക്ഷേ നമുക്കൊരു ഇതുണ്ടല്ലോ അല്ലേ, അതനുസരിച്ച് നമ്മൾ ചെയ്യുള്ളൂ. നന്നായിട്ട് പൗഡറൊക്കെ ഇട്ടതിന് ശേഷം ഇനി ഒരു കാജലെടുത്ത് കണ്ണെഴുതണം. കാജൽ ലുലുമാളിയിൽ നിന്ന് വാങ്ങിച്ച കാജലാണ്. ഇതാണിപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് വാങ്ങുന്നത്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇത് എഴുതി കഴിഞ്ഞാൽ അങ്ങനെ കണ്ണിൽ പടരൊന്നുമില്ല, പെട്ടെന്ന് പോകില്ല, അങ്ങനെ കിടക്കും. അതുകൊണ്ട് ഇപ്പോൾ സ്ഥിരമായിട്ട് ഈ കാജലാണ് ലുലുമാളിൽ പോകുമ്പോഴത്തേക്കും ഞാനോ മോനോ ആരെങ്കിലും പോകുമ്പോൾ വാങ്ങും. കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൗഡർ ഇടുക, ഒരു കരി എഴുതുക, പൊട്ട് തൊടുക, ചന്ദനം തൊടുക, സിന്ദൂരം തൊടുക. ഇത്രയും ഞാൻ എത്ര സമയമില്ലെങ്കിലും ചെയ്യും, ദിവസവും ചെയ്യും. കുളി കഴിഞ്ഞ് ഇത് ചെയ്തില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്. ബ്ലാക്ക് കളർ പൊട്ടാണ് ഇടുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബ്ലാക്ക് കളർ പൊട്ടിടുന്നതാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും ബ്ലാക്ക് കളറേ ഇടുള്ളൂ. പിന്നെ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ചിലർ വഴക്ക് പറയും, കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ബ്ലാക്ക് കളർ ഇട്ടുകൂടാ, ബ്രൗൺ കളറേ ഇടാവൂ എന്നൊക്കെ പറയും. എങ്കിലും എനിക്കിഷ്ടമുള്ളത് ഞാൻ ഇടും. പൊട്ടിട്ട് കഴിഞ്ഞിട്ട് ചന്ദനം ഇടും. ചന്ദനം ഞാൻ എല്ലാ ദിവസവും ഇടും. കുളി കഴിഞ്ഞിട്ട് ചന്ദനം ഇടും. അമ്പലത്തിൽ നിന്നുള്ള ചന്ദനമുണ്ട്. ചന്ദനം ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും അമ്പലത്തിൽ പോയാലേ ചന്ദനം ഇടാവുന്നൊന്നും ഇല്ലല്ലോ അല്ലേ. അങ്ങനെ ചന്ദനം ഇട്ടിട്ട് ഇനി അടുത്ത് സിന്ദൂരം ഇടണം. തലയൊക്കെ ഒന്ന് ചീകി ചെറിയൊരു ക്ലിപ്പ് തലയിലിട്ടിട്ട് തല സെറ്റാക്കും. ഇല്ലെങ്കിൽ നേരെ കിച്ചണിലോട്ടാണല്ലോ ഇപ്പോൾ ഉള്ളത്, അതുകൊണ്ട് ഒരു ക്ലിപ്പ് വെച്ച് അതവിടെ ഇരുന്നോളും. അങ്ങനെ മുടിയിൽ ക്ലിപ്പ് ഇട്ടിട്ട് ആ ഫ്രണ്ടിൽ കുറച്ച് മുടി കിടപ്പുണ്ട്. അത് ഞാൻ ആക്സിഡൻ്റ് ആയപ്പോഴത്തേക്കും അവിടെ സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ ആ മുടി ഇല്ലായിരുന്നു. പിന്നെ അത് പൊടിച്ച് വന്നതാണ് ഈ മുടി ഫ്രണ്ടിലോട്ട് കിടക്കുന്നത്. അതിപ്പോൾ എനിക്കിഷ്ടമുണ്ട് കേട്ടോ. അതിപ്പോൾ വളർന്ന് വന്നപ്പോഴത്തേക്കും ഞാനിപ്പം കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞു. അതങ്ങനെ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് ഇട്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ കുറച്ച് ഞാൻ കട്ട് ചെയ്തു. ഇനി കമ്മലൊന്നും എപ്പോഴും ഇടൂല കേട്ടോ. വീട്ടിൽ ഇരിക്കുമ്പോൾ മിക്കപ്പോഴും കമ്മലിടാറില്ല. എന്നെ വഴക്ക് പറയാറുണ്ട്, ചേട്ടൻ കമ്മലും മാലയൊന്നും ഇടില്ലെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് കമ്മലെടുത്തിട്ട് സിന്ദൂരം നോക്കിയപ്പോഴത്തേക്ക് സിന്ദൂരം കണ്ടില്ല. അങ്ങനെ സിന്ദൂരം എടുക്കാൻ വേണ്ടി പോയി സിന്ദൂരം എടുത്തിട്ട് വന്നു. ഇനി കുങ്കുമ പേസ്റ്റ് ഉണ്ട്, ആ പേസ്റ്റ് ഇട്ടിട്ട് സിന്ദൂരം ഇടും. അപ്പോൾ സിന്ദൂരം അങ്ങനെ കിടന്നു. ഇന്ന് രാവിലെ ചേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കൊണ്ടാണ് വന്നത്, വീട്ടിലുണ്ടാക്കിയില്ല. അപ്പോൾ ഇഡ്ഡലി സാമ്പാറും ചേട്ടനും, എനിക്ക് പൂരി ഇഷ്ടമുള്ളതുകൊണ്ട് പൂരിയും വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ലൈറ്റായിട്ട് കട്ടയിട്ട്, ഒരുപാട് കടുപ്പം കട്ടന് ഇഷ്ടമല്ല, അവിടെ ഞങ്ങൾ ലൈറ്റ് കട്ടനും ഇട്ട് പഴവും വാങ്ങിയിട്ടുണ്ടാകും. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം ഒരു കപ്പപ്പഴവും കൂടെ
കഴിച്ചിട്ട് ഇനി കിച്ചണിലോട്ട് പോകാൻ കരുതി. അങ്ങനെ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നേരെ മാമിയുടെ തോട്ടത്തിലോട്ടാണ് വന്നത്. മാമിയുടെ വീട്ടിൽ വന്ന് അവിടെ കാന്താരി മുളക് നിൽപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കാന്താരി മുളകൊക്കെ പറിച്ചിട്ട് പോകാൻ കരുതി വന്നതാണ്. അപ്പോൾ ചെടിക്കും വെള്ളം ഒഴിക്കണം, കാന്താരിയും പറിച്ച് ചെടിക്കും വെള്ളം ഒഴിച്ചിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ മാമിയുടെ വീട്ടിലെ ചെടികൾ എന്തൊക്കെയാണ് ചെടികളാണെന്നൊക്കെ ചെറുതായിട്ടൊന്ന് നിങ്ങളുടെയും കൂടെ കാണിക്കാം. ഫസ്റ്റ് തന്നെ കാന്താരിയാണ്. അപ്പോൾ കാന്താരി പറിച്ച് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കണം. നിറച്ചും കാന്താരി ഉണ്ട്. 2 തൈ കാന്താരിയാണുള്ളത്. 2 കാന്താരിയിലും നിറച്ചും കാന്താരി ഉണ്ട്. അപ്പം കുറച്ച് കാന്താരി എടുത്ത് ഉപ്പിലിട്ട് വെച്ചിരുന്നാൽ എന്തായാലും വ്രതമൊക്കെ അല്ലേ, അപ്പം ആവശ്യത്തിന് എടുക്കാമല്ലോ എന്ന് എഴുതി കാന്താരി പറിക്കാവുന്നതാണ്. കാന്താരി പറിച്ച് ചൂടുവെള്ളം തണുപ്പിച്ച് ഉപ്പിട്ട് അതിൽ വെച്ചിരുന്നാൽ നല്ല ടേസ്റ്റാണ് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് മണി പ്ലാന്റാണ്. അപ്പോൾ മാമിയുടെ വീട്ടിലെ ചെറിയ തോട്ടമാണ്. ഇതിലെല്ലാത്തിനും വെള്ളം ഒഴിച്ചിട്ട് പോവാം. മാമിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിലെ ചെടികളൊക്കെ വെള്ളം ഒഴിക്കുന്നത് ഞങ്ങളാണ് ഒഴിക്കുന്നത്. നല്ല രസമുണ്ട് ഈ ചെടി. അങ്ങനെ ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് നേരെ നമ്മളെ വീട്ടിലെത്തി. ഇനി നമുക്ക് കുക്കിംഗ് പരിപാടി തുടങ്ങാം. അപ്പോൾ എരിശ്ശേരിക്കുള്ളതെല്ലാം ഞാൻ വേവിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം എരിശ്ശേരി ഇനി അരപ്പും ഇട്ട് കടുക് വറുത്താൽ മാത്രം മതി. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് തോരൻ വയ്ക്കാം. തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് കപ്പയ്ക്കയും ക്യാരറ്റും കാന്താരി മുളക് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടാണ് ഞാൻ പോയത്. തോരൻ വയ്ക്കാനും എരിശ്ശേരി വയ്ക്കാനും കാന്താരി മുളക് പറിക്കാനും കൂടെ ആയിരുന്നു ഞാൻ പോയത്. ആദ്യം നമുക്ക് തോരൻ വയ്ക്കാം. ചീനിച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുക് വറുത്ത് കാബേജ്, പിന്നെ കപ്പയ്ക്ക, കൂമ്പ് തോരൻ, ഇങ്ങനെ കുറച്ച് തോരൻ വയ്ക്കുമ്പോൾ നമ്മൾ ഉഴുന്ന് കടുക് വറുത്തിട്ടാണ് തോരൻ വയ്ക്കുന്നത്. കുറച്ച് ഉഴുന്നും ഇട്ട് വറ്റൽമുളകിട്ട് കറിവേപ്പില ഇട്ട് വറ്റൽമുളകെല്ലാം നല്ലതായിട്ട് മൂത്ത് വന്നിട്ട് നമുക്ക് തോരത്തിനുള്ളത് ഇടണം. തോരത്തിന് വേണ്ടിയിട്ട് കപ്പയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പയ്ക്കയും സവാളയും പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇടാം. പച്ചമുളകിന് പകരം കാന്താരി മുളകാണ് ഇട്ടത്. ഇത് ഇനി നന്നായിട്ട് വഴറ്റണം. ഇത് ഉപ്പും ഇട്ട് ഇതിന് വഴറ്റി അടച്ച് വെച്ചിരുന്നാൽ അത് അവിടെ ഇരുന്ന് റെഡി ആയിക്കോളും. അടുത്തത് കുക്കറിലുള്ള എരിശ്ശേരി എല്ലാം എന്തോന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ പെരുപയർ മാത്രമായിട്ട് വേവിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് കപ്പയ്ക്ക, മത്തൻ എല്ലാം കൂടെ ഒരു വിസിലടിച്ച് അടച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഇനി നമുക്കതെല്ലാം എടുത്ത് നന്നായിട്ട് ഉടയ്ക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തൊക്കെ വെച്ചിട്ട് ഇനി ഇതിനുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കാം. എരിശ്ശേരിക്കുള്ള മിക്സ് റെഡിയാക്കുന്ന മുമ്പ് നമുക്ക് തോരൻ്റെ അതെന്തായെന്ന് നോക്കാം. ഇല്ലെങ്കിൽ അത് അടി പിടിക്കും. അതുകൊണ്ട് തോരനൊന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് അടുത്ത് നമുക്ക് എരിശ്ശേരിക്കുള്ള അരപ്പ് റെഡിയാക്കാം. തോരൻ എന്നെ അടച്ച് വെച്ചിരുന്നാൽ കുറച്ചും കൂടെ വേവുണ്ട്. തോരത്തിന് വേണ്ടിയിട്ട് എരിശ്ശേരിക്ക് വേണ്ടിയിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ഡിലീറ്റ് ആയിപ്പോയി. പോട്ടെ, സാരില്ല. അപ്പോൾ തോരത്തിന് വേണ്ടിയിട്ട് തേങ്ങ ചതച്ചാൽ മതി. തേങ്ങയും ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, പിന്നെ 5-6 കാന്താരി എല്ലാം കൂടെ ഒന്ന് ചതച്ചിട്ട് തോരത്തിനിട്ട് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടെ നമുക്കതങ്ങ് അടച്ച് വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് എരിശ്ശേരിക്കുള്ള എല്ലാം റെഡിയാക്കി വെച്ചേക്കാണ്. ഇനി കടുക് വറുത്താൽ മാത്രം മതി.
എരിശ്ശൂരിക്ക് വേണ്ടിയിട്ട് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, കാന്താരി, കുറച്ച് കുരുമുളക്, കുറച്ച് മുളക് പൊടി എല്ലാം കൂടെ നന്നായിട്ട് അരയ്ക്കേണ്ട, ഒരുവിധം ചതച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ മിക്സ് ചെയ്ത് എരിശ്ശൂരിക്കുള്ള എല്ലാം റെഡിയാക്കി വെച്ചേക്കാണ്. ഇനി അത് കടുക് വറുത്താൽ മാത്രം മതി. അപ്പം അതിന് വേണ്ടിയിട്ട് ചീനിച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് അത് കഴിഞ്ഞ് 2-3 വറ്റൽമുളക് ഇടണം. പിന്നെ കറിവേപ്പില, പിന്നെ കുറച്ച് ഉഴുന്നും ഇടും. എരിശ്ശൂരിക്കും ഉഴുന്ന് ഇടുമ്പോൾ അത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഉഴുന്നിൻ്റെ ഒരു നല്ല മണവും ഒക്കെയാണല്ലോ. അതുകൊണ്ട് കുറച്ച് ഉഴുന്നും ഇട്ട് 2-3 വറ്റൽമുളക് എല്ലാം കൂടെ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്തതിന് ശേഷം മുളകെല്ലാം നല്ല മൂത്ത ഒരു മണം വരുമ്പം കടുക് വറുത്ത സാധനം എല്ലാം കൂടെ എരിശ്ശൂരിയിലിട്ട് ഒഴിക്കണം. ഇനി എരിശ്ശൂരി നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് ചൂടാക്കാം. തിളയ്ക്കാൻ പാടില്ല, എങ്കിൽ അതിൻ്റെ ടേസ്റ്റ് പോവും. അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കിയാൽ മതി. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നമുക്ക് ഈ അരപ്പൊക്കെ ഒന്ന് വേവുന്നവരെ ചൂടാക്കിയെടുക്കാം. എരിശ്ശൂരിക്കുള്ളത് അവിടെ ഇരുന്ന് ചൂടാവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് തോരൻ നോക്കാം. തോരൻ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ലതായിട്ട് മണം വരുന്നുണ്ട് തോരത്തിൻ്റെ. ഉച്ചയ്ക്കുള്ള ഊണ് കഴിക്കണ വീഡിയോ എല്ലാം എടുക്കാൻ മറന്നുപോയി. ഇനി വൈകിട്ട് നേരമായി ചായ കുടിക്കുകയാണ്. ഊഞ്ഞാലിൽ ഇരുന്നിട്ട് വിശാലമായിട്ട് ചായയൊക്കെ കുടിച്ച് ടി വിയൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുകയെന്നു. അപ്പോൾ ഈ ഊഞ്ഞാൽ പുതിയ ഊഞ്ഞാലാണ് കേട്ടോ. ഞങ്ങളുടേതല്ല, മാമിയുടെ അവിടെ ടെറസിൻ്റെ മുകളിൽ ഇട്ടിരുന്ന ഊഞ്ഞാലാണ്. അപ്പോൾ മാമിയൊക്കെ ബോംബെ പോയി കഴിഞ്ഞല്ലോ. ബോംബെ പോകുന്ന സമയത്ത് മാമി പറഞ്ഞു, ഊഞ്ഞാൽ വേണമെങ്കിൽ മോളെടുത്തോ, അവിടെ കൊണ്ടിട്ടേക്ക്, തിരിച്ച് വരുമ്പോൾ മതിയത്. അപ്പം മാമി പറഞ്ഞ് കേൾക്കാനുള്ള താമസം. മാമി പോയതുകൊണ്ട് തന്നെ ഊഞ്ഞാൽ ഞങ്ങൾ ഹാളിൽ ഇട്ട്. ഇപ്പോൾ ഈ ഊഞ്ഞാലിട്ടതിന് ശേഷം ഊണ് കഴിക്കുന്നതും ചായ കുടിക്കുന്നതും വെള്ളം കുടിക്കുന്നതും ടി വി കാണുന്നതും എല്ലാം ഊഞ്ഞാലിലാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ജോലി ചെയ്യാൻ തന്നെ മടിയാണ്, എപ്പോഴും ഊഞ്ഞാലിലാണ്. അങ്ങനെ ഊഞ്ഞാലിലിരുന്ന് ചായയൊക്കെ കുടിച്ച് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിലും എനിക്ക് മാമിയുടെ വീട്ടിൽ ഇരിക്കുന്ന എന്ത് സാധനം എനിക്ക് എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മാമി പറഞ്ഞില്ലെങ്കിലും എനിക്ക് ധൈര്യമായിട്ട് എടുത്തുകൊണ്ട് വരാം, തിരിച്ചു കൊണ്ടിടാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത ഒരു നല്ല ഒരു ടൂർ പോകുന്ന വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.